കർമ്മം. കഴിഞ്ഞ വിഷയത്തിൽ നമ്മൾ ഉലൂഹിയത്ത് സുന്നത്തോ ഫർദോ എന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതിലേക്ക് സ്ത്രീകൾ, അതായത് പല സ്ത്രീകൾക്കും അങ്ങനെ ഒരു അവയർനെസ് ഉണ്ട്. കാരണം ഇതൊക്കെ ആണുങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അവര് ചെയ്തോട്ടെ എന്നുള്ളത് അല്ലേ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതായത് സാമ്പത്തികമായി കഴിവുള്ള സ്ത്രീക്ക് ഉലൂഹിയത്ത് നിർബന്ധമാണ്, വാജിബാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സുന്നത്ത് മുഅക്കദായ സുന്നത്ത്, അതായത് വളരെ പ്രാബല്യം, അതായത് സ്ത്രീകൾ എന്ന് പറയുന്ന വിഷയത്തിൽ അവർ ഒരുപാട് സുന്നത്തുകൾ, ദിക്റുകളും ദുആകളും നമസ്കാരങ്ങളൊക്കെ ആണുങ്ങളെക്കാൾ ഏറെ നിർവഹിക്കുന്നവരാണ് അല്ലെ. അപ്പൊ ഇതൊരു മുഅക്കദായ സുന്നത്ത് എന്ന നിലയ്ക്കും നമുക്കത് ബാധ്യതയാണ് എന്ന് വേണം പറയാൻ. സ്ത്രീ ആയാലും പുരുഷനായാലും സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കയ്യിലുണ്ടാവും എത്രയോ പവന്റെ വള, അതായത് ഒരു പവന്റെ വള ഉണ്ടെങ്കിൽ 1,00,000 കാശ് വേണം അല്ലെ. അതല്ല ഇനിയിപ്പോ കഴുത്തിലുണ്ടാവും, ഒരു അലമാരിയിൽ സൂക്ഷിച്ചിട്ട് എത്രയോ പവനുകൾ ഉണ്ടാവും. പിന്നെ നമ്മളെ ഉപ്പ വകയിൽ തറവാട് ഷെയർ ചെയ്തപ്പോ കിട്ടിയതുണ്ടാവും, ഹസ്ബൻഡ് വലിച്ചാണെങ്കിൽ ഹസ്ബൻഡ്, അതൊക്കെ നമ്മളെന്ത് പണിയെടുക്കും, അതുപോലെ ഒന്നും അനക്കാണ്ട് അവിടെ വെക്കും അല്ലെ. എന്നിട്ട് അത് കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികൾ അവര് ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ നമ്മുടെ നിർബന്ധ ബാധ്യതകൾ പലതും നമ്മൾ കണ്ണടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഉപ്പന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഷെയറൊക്കെ നമുക്ക് അതൊക്കെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ചെയ്യാനും എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്ക് നമ്മൾ ഹയാത്തുള്ളപ്പോ ചെയ്യുന്നതും മരിച്ചിട്ട് വേറെ ആരെങ്കിലും, അതൊരു വളരെ ചെറിയ ശതമാനം മാത്രമല്ലേ ചെയ്യുള്ളൂ, ചെയ്യുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാരും മനസ്സിലാക്കുക, ഇത് ലേഡീസിനും കൂടെ ഉള്ള ഒരു ബാധ്യത തന്നെയാണ് ഉലൂഹിയത്ത്. കഴിവുണ്ടെങ്കിൽ നിർബന്ധമാണെന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും സാമ്പത്തികമായ കഴിവുള്ളവർ ചെയ്യണം. മാത്രമല്ല സൂറത്തു നഹലിലെ, അതായത് സൂറത്ത് 16-ാമത്തെ സൂറത്ത് നഹലിലെ 97th ആയ നമുക്ക് ഇതിനൊരു പ്രചോദനമാണ്. അതായത് മൻ അമില സ്വാലിഹൻ മൻ ദക്കറിൻ ഔ ഉൻസ, ആരെങ്കിലും സൽക്കർമ്മം ചെയ്യതൊരു ആണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിനും ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബത്തല്ലേ, അതായത് നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നമ്മൾ നൽകുന്നതാണ്. ഒരു അമല് സ്വാലിഹാത്തുകൾ ആണാവട്ടെ പെണ്ണാവട്ടെ പിന്നെ അമല് സ്വാലിഹ് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നമ്മൾ നൽകുന്നത്. വല നജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാകാനൂ യഅമലൂൻ, അത് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായത് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം തീർച്ചയായും നാം അവന് നൽകുകയും ചെയ്യും. അപ്പം ഈ ആൺ പെൺ വ്യത്യാസം ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമാണ് അല്ലെ. വീണ്ടും വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ, ഖുത്ബ നടത്തുന്ന കാര്യത്തിൽ, ഇങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളിൽ മാത്രമാണ് ആൺ പെൺ വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം നമുക്കും ആണുങ്ങൾക്കും അല്ല അല്ലെ. ആണാവട്ടെ പെണ്ണാവട്ടെ ആരും ഒരു മൻ അമില സ്വാലിഹൻ മൻ ദക്കറിൻ ഔ ഉൻസ, ആണും പെണ്ണും ആര് തന്നെ സൽക്കർമ്മം ചെയ്താൽ അവർക്ക് നല്ലൊരു ജീവിതവും നാം നൽകും. മാത്രമല്ല അവർക്കുള്ള പ്രതിഫലം തീർച്ചയായും നൽകുകയും ചെയ്യും. ഇവിടെ ഒന്നും തന്നെ ആണുങ്ങൾ മാത്രം എന്ന് പറയുന്നില്ല. മറ്റൊരായത്ത് ശ്രദ്ധിക്കുക, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉളിയു അമലിൻ ആമിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസ ബഅളുകും മിൻ ബഅള്, അതായത് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളിന്റെ അമലു ലാ ഉളിയു അമലൻ, പാഴാക്കുകയില്ല അല്ലെ, ആമിലിൻ മിൻകും നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെയും തന്നെ, ആണായാലും പെണ്ണായാലും അല്ലെ. അപ്പൊ അങ്ങനെ അള്ളാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഉലൂഹിയത്ത് കർമ്മവും നമുക്ക് പുരുഷന്മാരെ പോലെ തന്നെ നമുക്കും ബാധ്യതയാണെന്ന് മനസ്സിലാക്കാം. അതിന് ഒരൊറ്റ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, എന്ത്, സാമ്പത്തികം വേണം. ഇല്ലാത്തവനും ഗതികേടുള്ളവനും കടത്തിലുള്ളവനും ഒന്നും കടം വാങ്ങിയൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് വ്യക്തം. നമ്മള് ഈ ജുമാ നിസ്കാരത്തിൽ പള്ളിയിൽ പോകാത്ത, പല ജുമാത്തുകളിൽ പങ്കെടുക്കാത്ത, ജുമാത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ നമുക്ക് പ്രതിഫലമുണ്ട്, ജുമാക്ക് വെള്ളിയാഴ്ച പോയാൽ നമുക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ആണുങ്ങൾക്ക് വിട്ടുകൊടുത്ത് അവർ ചെയ്തോട്ടെ, അവർക്ക് കിട്ടിക്കോട്ടെ
എന്ന് വിചാരിച്ച് നിൽക്കും പോലെ ഇല്ല. അത് വർഷത്തിൽ ഒരിക്കലും മാത്രം കിട്ടുന്ന ഒരു മുഅക്കദായ സുന്നത്ത. മാത്രമല്ല, എനിക്കൊരു മോനുണ്ടെങ്കിൽ ആ മോനെ അള്ളാഹു ഇപ്രകാരം സ്വപ്നം കാട്ടി അറക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ ആലോചിച്ചാൽ നമ്മൾക്ക് ആർക്കും തന്നെ ഇത് ഉളിയത്ത് അറക്കാതിരിക്കുവാൻ തോന്നുകയില്ല, അല്ലെ? ബിക്കോസ് അതായത് 90 വയസ്സ് വരെ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ദുആ ചെയ്ത് വയസ്സായി കണ്ണും ചിപ്പറും ഇല്ലാണ്ടായി പിന്നെ ഇമ്രാത്തി ആക്കിറൻ, എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, എങ്ങനെ പറയാനെന്ന് ചോദിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ 2 ഭാര്യമാർക്കും മക്കളെ കൊടുത്തു, അല്ലേ? അങ്ങനെ കൊടുത്തു അള്ളാഹു വയസ്സുകാലത്ത് ആ കുട്ടികളെ അറക്കണം എന്ന് പറയുമ്പോ നമ്മളാണ് ചോദിക്കുക, അള്ളാഹുവിന് എന്നെ മക്കാറാക്കാം. നമ്മളെ കോഴിക്കോട് ഭാഷയിൽ അങ്ങനെ ചൊല്ലി, നിങ്ങൾ മക്കാറാക്കണം, അല്ലെ? അത്രയും വയസ്സായിട്ട് കിട്ടിയിട്ട് അന്നേരം പിന്നെ അതിനെ കൊണ്ടുവച്ച് അറക്കാൻ പറഞ്ഞ നമ്മളെ കുടനെ സ്പോട്ടും തന്നെ നമ്മൾ ചോദിച്ചു കഴിയും. പക്ഷെ അതൊന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചില്ല, അല്ലെ? അതുമല്ല, ആ ഭയങ്കര പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര ക്ഷമയുള്ള വ്യക്തിയായിരുന്നു, അല്ലെ? ക്ഷമ കൊണ്ട് തന്നെയാണ് ഇപ്രകാരം. അപ്പൊ അതുകൊണ്ട് നമ്മളും ഇതുപോലെ എങ്ങനെ ഒരു കുട്ടിയാണായാലും പെണ്ണായാലും അറക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അല്ലെ? നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പൊ അതിന് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യം എന്ന നിൽക്ക ഒരു ഫുള്ള് കുട്ടനെ വാങ്ങി അറക്കാനൊന്നും പറയുന്നില്ല, അല്ലെ? ഒന്നൊക്കെ ഒരു 7-7.5 റുപ്യക്ക് ഒരു ഷെയർ എങ്ങനെങ്കിലും നിങ്ങൾ കൊടുക്കൂ എന്നാണ് പറയുന്നത്. അതും നമ്മള് പിന്നെ അത് വേറെ ആരോ കൺമറിച്ച് ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ കാശില്ല എന്ന രീതിയിൽ ഇങ്ങനെ പല സ്ഥലത്തും പല സ്വത്തുക്കളും പല അസറ്റുകളൊക്കെ അപ്പാട് കിടക്കുന്നുണ്ടാവും. ഒന്നും തൊടൂല. എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ നമുക്ക് ഇത്യാദി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ബോധം ഉമ്മക്ക് ഉണ്ടാവുകയില്ല. മക്കൾ നിർബന്ധിക്കുകയില്ല. ബിക്കോസ് അത് നിർബന്ധിച്ച് അതൊക്കെ വിറ്റും എന്തേ കാട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്വത്ത് പോവുമല്ലോ എന്നുള്ള ബേജാറിൽ അവരിതൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ജമാഅത്തിന് പള്ളി പോയാൽ നമുക്ക് എത്രാണോ പ്രതിഫലം കിട്ടുന്നത്, ജുമാക്ക് പോയാൽ നമുക്ക് എത്രാണോ, ഹജ്ജിന് പോയാൽ എന്ത് കിട്ടുന്നു, നോമ്പ് നോൽക്കും. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹജ്ജ് ചെയ്യും, നോമ്പ് നോൽക്കും, ഫർള് നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കൂലേ, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആണുങ്ങളെ പോലെ തന്നെ ചെയ്യും. പക്ഷെ ഇങ്ങനെ കണ്ട ഈ ജുമാക്ക് പോകല് വലിയ ഇറക്കലൊക്കെ വരുമ്പോ നമ്മളൊന്ന് പിന്നോട്ട് വെക്കും, അല്ലെ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം പ്രതിഫലത്തിൽ സമമാണെന്ന് അള്ളാഹു തന്നെ ഖുർആൻ മുഖാന്തരം നമ്മളെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പിന്നെ എന്താണ് പറയാ, ഒരു ഇളവ് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. പിന്നെ ഉലൂഹിയത്തിന്റെ ഷെയർ കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇപ്പൊ ഈ മാസം ദുൽഹിജ്ജ 17-നാണ് പെരുന്നാളെങ്കിൽ മെയ് 27-നാണ് പെരുന്നാളെങ്കിൽ മെയ് 17 മുമ്പേ തന്നെ അത് അറക്കാനുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയും അതിന് നെയ്യത്ത് വെക്കുകയും ഹജ്ജ് മാസം 1 പിറക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നെയ്യത്ത് വെക്കുകയും അതിനു വേണ്ടിയ പിന്നെ ഒരുക്കങ്ങൾ ഒരുങ്ങുകയും ചെയ്യേണ്ട. അതായത് ദുൽഹിജ്ജ 1 മുതൽ തന്നെ അറുക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ നഖം, മുടി, തൊലി എന്നിവ മനഃപൂർവ്വം നീക്കം ചെയ്യാൻ പാടില്ലാത്തതാണ്. അറാദ അഹദുക്കും യുളഹ ഫൈദാ ദഖലത്തിൽ ഖശ്റു വലാ യഖുദു മിൻ ശഅരിഹി വലാ മിൻ അത്ഫാരിഹി ഷൈഅ. നിങ്ങളിൽ ആരെങ്കിലും ഉദ്ഹിയത്ത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ പ്രവേശിച്ചാൽ അവൻ തന്റെ മുടിയും നഖവും ഒന്നും എടുക്കരുത് ഉദ്ഹിയത്ത് കഴിയുന്നവരെ. അതായത് പെരുന്നാൾ വരെ എന്നല്ല, നമ്മുടെ ഉരുവിനെ എപ്പോഴാണോ അറുക്കുന്നത് വരെ എന്നാണ് അതിന്റെ കണക്ക്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കണം. നഖം അന്ന് തന്നെ, ഇപ്പൊ നാളെ 17-ാം തീയതി ആണെങ്കിൽ നാളെ ദുൽഹിജ്ജ 1 ആകുമെന്ന് നമ്മൾ സംശയിക്കുന്ന ദിവസം നമുക്ക് അറിയില്ലാലോ, മാസം കാണണ്ടേ. അങ്ങനെ സംശയിക്കുന്ന ദിവസമാണെങ്കിൽ ഇന്ന് 16-ന് തന്നെ നമ്മൾ നഖവും മുടിയൊക്കെ വൃത്തിയാക്കി അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കേണ്ടതാണ്. ആരാണോ ഉലുഹിയത്ത് നിർവഹിക്കാൻ പിന്നെ നിയ്യത്ത് ചെയ്തിട്ടുള്ള അവർക്ക് ഈ നിയമം ബാധകമാണ്. അതിപ്പോ ആണായാലും പെണ്ണായാലും. ആണുങ്ങൾക്ക് പിന്നെ മുടിന്റെ പ്രശ്നം വരുന്നില്ല. ആണുങ്ങളും എന്ത് ചെയ്യണം, പിന്നെ നഖമൊക്കെ മുറിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 10-12 ദിവസം ആകുമ്പോഴത്തേക്കും നഖം വല്ല